Welcome back to my tuition. You said previous questions then start ചെയ്യാം. കുട്ടികളൊക്കെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞു. അത് തിരക്കൊക്കെ ആയതുകൊണ്ടാണ്. എന്നാലും ഞാൻ നാളെ കിട്ടുന്നതെല്ലാം പുസ്തകത്ത് തന്നെയാണ് ഇടുന്നത്. നോക്കുന്ന കുട്ടികൾ പഠിക്കുക. ഈ എഴുതുന്ന കുട്ടികൾ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കാം. ചില ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ഡിഗ്രി ലെവല്. ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഞാൻ എന്നും പറയാറുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്. ഞാൻ ഇന്ന് 10 ക്വസ്റ്റ്യൻ അതിൽ 10 ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും നോട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. Find sin pi by 6 plus I into cos pi by 6 the whole raised to 6. നിങ്ങൾ പോളാർ ഫോം പോലെ നിങ്ങൾക്ക് കോംപ്ലക്സ് നമ്പറിൽ കഴിയില്ല. എന്നാലും ഡി മോവീസ് തിയറം എന്ന് പറഞ്ഞ തിയറമുണ്ട്. നമുക്ക് 10-20 വർഷത്തിന് മുമ്പൊക്കെ ക്ലാസ് ട്യൂഷൻ എടുക്കുന്ന പോർഷനാണ്. അന്നൊക്കെ ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും കുറേ ഒത്തിരി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡി മോവീസ് തിയറം ടെസ്റ്റ് ചെയ്യാനൊന്നും എഴുതാം. ഡി മോവീസ് തിയറം cos theta plus I sin theta the whole raised to n. Cos n theta plus I sin n theta. n element z. നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഈ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഫോം ആയിരിക്കും. ഇവിടെ സൈൻ 180/6 എന്നുള്ളത് 30 സൈൻ 30 എന്നുള്ളതിന് സൈൻ എന്നുള്ളത് കോസ് 90 മൈനസ് 30 സൈൻ 30 ആണ് അല്ലേ. 90 മൈനസ് 30 എന്താ 60. സൈൻ 30 ഏതിനോട് ഈക്വലാണ് കോസ് 60. അല്ലെങ്കിൽ സൈൻ 60 ഏതിനോട് ഈക്വലാണ് കോസ് 30. നമുക്ക് സൈൻ 5/6 എങ്ങനെ എഴുതാം? 5/6 എന്ന് പറഞ്ഞാൽ 30 കോസ് 5/3 പ്ലസ് ഐ സൈൻ 5/3 റേസ് ടു 6. നമ്മൾ ഈ തിയർ അപ്ലൈ ഈ 6 കൊണ്ട് ഞാൻ രണ്ടിനും പറ്റില്ല. കോസ് 6π/3 2π ഐ സൈൻ 2π. 2π എന്ന് പറഞ്ഞാൽ എന്താ 360 ഡിഗ്രി. കോസ് 360 1 സൈൻ 360. Pi is equal to 1 plus x into 1 plus x square into etc. Find dy by dx at x is equal to 0. നമ്മൾ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ അപ്ലൈ ചെയ്യുന്ന അറിയാമല്ലോ. എന്തെങ്കിലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. അല്ലെങ്കിൽ ഫംഗ്ഷൻ റേസ്ഡ് ഫംഗ്ഷൻ എക്സ് റേസ് ടു സൈൻ എക്സ് അല്ലെങ്കിൽ സൈൻ എക്സ് റേസ് ടു എക്സ് അങ്ങനെ വന്നാൽ നമ്മൾ എന്താ അപ്ലൈ ചെയ്യും? ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ അപ്ലൈ ചെയ്യും. ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. ലോഗ് വൈ ലോഗ് എ ബി സി ഫോം ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി പ്ലസ് എക്സെട്ര. ലോഗ് 1 പ്ലസ് എക്സ് ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര log 1 plus x raised to 50. Differentiating 1 by y into dy by dx. 1 by 1 plus x into derivative 1 plus x 1. 1 by 1 plus x square into dx. Etc. 58 x raised to
57. Dy by dx equals y cross multiply y into 1 by 1 plus x 2x by 1 plus x square plus etc. 58 x raised to 57 by simplify ചെയ്യേണ്ട കാരണം നമുക്ക് കാണേണ്ട എന്താ dy by dx at x is equal to 0. y എന്താവും y എന്ന് പറയുന്നത് ഇതാണല്ലോ x-ന് 0 കൊടുക്കുന്നതെല്ലാം 0 ആവും 1 into 1 into 1 into 1 that is 1 x square എല്ലാം 0 ആവും that is 1 into 1 by 1 that is 1 ഈ ടൈം മുതൽ ലാസ്റ്റ് ടൈം വരെ 0 ആവും 2 into 0 0 0 by 1 എന്താ 0 0 അല്ല ഒറ്റ ടൈമിൽ 1 by 1 ഇവിടെ y എന്ന് പറഞ്ഞാൽ ഈ ടൈമാണ് അതിൽ 0 കൊടുക്കുന്നത് x സ്ക്വയർ എല്ലാം കട്ടായിട്ട് 1 into 1 into 1 കട്ടല്ല 0 ആയിട്ട് 1 into 1 into 1 that is 1 ഇവിടെ നമുക്ക് ഇതിൽ 0 0 0 0 എല്ലാം 0 ഈ ഒരു ടൈം മാത്രം നോൺ 0 നമ്പർ ഇവിടെ x 0 കൊടുക്കുക 1 by 1 1 into 1 x plus I by the whole raised to 1 by 3 that is equal to a plus ib. Find x by a plus y by b. Cubing on both sides. അതിനെ ക്യൂബ് ചെയ്യുന്നത് ഇവിടെ raised to 1 by 3 ആയതുകൊണ്ടാണ് x plus I by a plus ib the whole cube a cube plus 3a square b 3a square into ib 3ab square 3a into I square b square plus I cube b I cube and I square into I that is minus I a cube plus 3a square b into I square minus 1 I cube minus I b cube I equating a real and imaginary part ഇവിടെ x ഇല്ലാത്ത റിയൽ പാർട്ട് a cube minus 3a square b നമുക്ക് അതിൽ a കോമൺ എടുക്കാം imaginary part y 3a square minus 3a square b minus b ഇവിടെ b കോമൺ എടുക്കാം x by a നമ്മൾ x by a വരുന്നത് എന്താവും a square minus 3b square x by a plus y by b that is this plus this a നമുക്ക് ഡിനോമിനേറ്റർ കൊണ്ട് ഇവിടെ b യും ഡിനോമിനേറ്റർ കൊണ്ട് a square 3a square ആഡ് ചെയ്ത 4a square 4b square ഓപ്ഷൻ ഇങ്ങനെയാണ് 4 into a square minus b square. Find the values of x. Find the values of x. Determinant 2x 0 0 x plus 2 x plus 1 0 x plus 3 x plus 4 x square plus 1 is equal to 7. Diagonal elements. നമുക്കറിയാമല്ലോ ഫസ്റ്റ് റോ സെക്കൻഡ് റോ തേർഡ് റോ ഈ എലിമെൻസിന് പറയുന്ന പേരാണ് മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ്. ഇതിൻ്റെ മുകളിലുള്ള എല്ലാ എലിമെൻറ്റ്സും എന്താണ് ഓക്കെ എല്ലാം 0 ആണല്ലേ. എബോവ് ദ ഡയഗണൽ എലിമെൻറ്റ് 0 ആയെന്നുള്ളതിന് എന്താ പറയുന്നത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ഈ ഇങ്ങനെയുള്ള ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുന്നത്
ഡയഗണൽ എലിമെൻസിൻ്റെ പ്രോഡക്റ്റ് എടുക്കാം. ദിസ് ഇൻറ്റു ദിസ് ഇൻറ്റു ദിസ് 2x ഇൻറ്റു x പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. 2x 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത്? 0. എക്സ് പ്ലസ് 1 0 ആണെങ്കിൽ എന്ത് വരും? -1. എക്സ് സ്ക്വയർ പ്ലസ് 1 0 ആണെങ്കിലോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -1, എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സിൻ്റെ വാല്യൂസ് 0, 1 പ്ലസ് പ്ലസ് ഓർ മൈനസ് 0, -1 പ്ലസ് ഓർ മൈനസ് ഇത് മൂന്നും 0 ആണെങ്കിൽ നമ്മൾ വേറെ ഡിറ്റർമിനൻ്റ് ഇവാലുവേഷൻ ഒന്നും ചെയ്യേണ്ട. ദിസ് പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സ് ഇത് മൂന്നും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. Mod A cross B root 10. A dot B root 30. Find cos theta. Mod A dot B എന്താ? Mod A cross B എന്താ? Mod A into mod B into sin theta. A dot B mod A into mod B into cos theta. ഇത് തമ്മിൽ അങ്ങ് ഡിവൈഡ് ചെയ്യുക. mod A sin by cos tan. root 10 root 30 നമുക്ക് എങ്ങനെ എഴുതാം? √3 into √10 1/2. tan theta 1/√3, theta 30 degree. നമുക്ക് കാണേണ്ടത് എന്ത്? cos theta cos 30 √3/2. mod A cross B എന്ന് പറഞ്ഞാൽ mod A into mod B into sin theta. A dot B mod A into mod B into cos theta. Dividing it to 10 by dividing this by this root 10 by root 30. Mod A mod B cancel. Tan theta 1/√3, so theta is equal to 30. Cos theta is equal to √3/2. Alpha, beta, gamma are the roots of x cube plus px square plus 2x plus r equal to 0. Then alpha square plus beta square plus gamma square. ഇതിൽ CBSE കുട്ടികൾ സ്റ്റേറ്റ് സ്റ്റുഡൻസിന് കുറവായിരിക്കും. CBSE 9th പഠിക്കുന്ന ഫോർമുലയാണ് a plus b plus c the whole square. a square plus b square plus c square എന്നുള്ളത് alpha square plus beta square plus gamma square plus 2 into alpha beta plus beta gamma plus gamma alpha. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ നമുക്ക് ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ബി 0. ഇതിൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ മൈനസ് ബി ബൈ എ. ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ സി ബൈ എ. ഇനി റിസൾട്ട് ഇവിടെ ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞാൽ മൈനസ് ഡി ബൈ എ. ഇവിടെ നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യും. ആൽഫ ബീറ്റ ഗാമ മൈനസ്
d by a. Ax cube plus bx square plus cx plus d is equal to 0. Alpha plus beta plus gamma minus b by a minus coefficient of x square by coefficient of x cube. Alpha beta plus beta gamma plus alpha gamma c by a. Alpha beta gamma minus d by a. Good, alpha plus beta plus gamma into minus p square p square. Alpha square plus beta square plus gamma square. 2 into alpha beta. Here a is equal to 1, b is equal to p, c is equal to 2, d is equal to 1. So alpha square plus beta square plus gamma square is equal to p square minus if 2 plus I root 3 is one of the roots of x cube minus 5x square plus 11x minus 7 0. Then other roots are നമ്മളിതിൽ എന്താണ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കണം. നമുക്ക് ഞാൻ ഓപ്ഷൻ പറഞ്ഞിട്ട് എങ്ങനെ പെട്ടെന്ന് ചെയ്യാം. 2 minus I root 3 1. 2 minus I root 3 minus 1. 2 plus I root 3 1. Be none of this. Two plus I root 3. എന്ത് റൂട്ടാണ്? കോംപ്ലക്സ് റൂട്ട്സ് ആണ് അല്ലേ? അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് തരുമ്പോൾ 2 plus I root 3 1 റൂട്ടാണെങ്കിൽ ഒരു റൂട്ട് നമുക്ക് പെട്ടെന്ന് പറയാം. എന്താണ്? അതിൻ്റെ കോഞ്ചിയേറ്റ് ആയിരിക്കും. 2 plus I root 3യുടെ കോഞ്ചിയേറ്റ് എന്താ? 2 minus I root 3. കോംപ്ലക്സ് റൂട്ട്സ് എപ്പോഴും കോഞ്ചിയേറ്റ് ആയിട്ട് ഒക്കർ ചെയ്യപ്പെടുന്നു. നമുക്ക് ഇതിൽ ഓപ്ഷൻ ഇതിലേതെങ്കിലും ആണോ ചെക്ക് ചെയ്യാം. പിന്നെ നമുക്ക് 1 -1 അത് നോക്കണമല്ലോ. ഇതിൻ്റെ കോഎഫിഷ്യൻസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കി. 1 + 11 12. -5 -7 ആഡ് ചെയ്യുമ്പോൾ -12. -12 + 12 എന്താ? 0. സം ഓഫ് ദ കോഎഫിഷ്യൻസ് 0 ആണെങ്കിൽ ആ ഇക്വേഷൻ എപ്പോഴും എന്തായിരിക്കും? +1 ഒരു 0 ആയിരിക്കും. ഇവിടെ 1 + 11 12 -5 -7 -12 0 1 കിട്ടി. 2 plus I root 3യുടെ കോഞ്ചിയേറ്റ് എന്താ? 2 മൈനസ് ഓപ്ഷൻ. ചിലതൊക്കെ മനസ്സിലായത്? 2 plus I root 3 വന്ന കോഞ്ചിയേറ്റ് 2 minus I root 3 വരും. നമുക്ക് ഇത് രണ്ടിലേതും ചെക്ക് ചെയ്യാം. സം ഓഫ് ദ കോഎഫിഷ്യൻസ് 0 ആണെങ്കിൽ ഇപ്പോഴും എന്തായിരിക്കും? 1. കോഞ്ചിയേറ്റ് ഉണ്ട് 1 1 2 3 3 സീറോസ്. 3 സീറോസ് എന്ന് പറയും. എത്ര റൂട്ട്സ് എന്ന് പറയും? സെറ്റിൽ നിങ്ങളൊരു 7th ക്ലാസ് മുതൽ എടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചിലപ്പോൾ ഇടയ്ക്കും ചോദിക്കും. ചെറിയ കാര്യമാണെങ്കിൽ അത് നമുക്ക് വിടരുത്. The number
1.41414141 etc. Options: rational, irrational, integer, anonymous. ഇതിൽ ഈ ഡെസിമലിൻ്റെ പ്രത്യേകത നമുക്ക് 41414141 റെക്കർ ചെയ്തുകൊണ്ടേ ഒരു 7 ഡിജിറ്റ്സ് അല്ലേ. നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് ഡെസിമലാണ്. ഇങ്ങനെ വരുന്ന നമ്പർ എന്താണ്? റാഷണൽ. റാഷണൽ നമ്പറിന് 2 ഫോംസ് ഉണ്ട് ഡെസിമൽ ഫോം. ഐദർ ദേ ആർ ടെർമിനേറ്റിംഗ് ഓർ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ്. ടെർമിനേറ്റ് ചെയ്യുന്നതാകാം. 2.375 ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആയി അല്ലേ. ഇത് റാഷണലാണ്. അത് നോക്കി 2375/1000 നോക്കി ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോം പറയാം. 2.317 ഈ 2 ഫോമിൽ വന്നാൽ എന്തിനാണ് റാഷണൽ. either they are terminating or not terminating recurring decimal. നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ് ഡെസിമൽ ആണ് എപ്പോഴും വരുന്നത് ഇറാഷണൽ നമ്പർ. ഇതിൻ്റെ ആൻസർ റാഷണൽ. ഇനി ചെയ്യാൻ പോകുന്ന ഡിഗ്രി ലെവലാണ്. പാർഷ്യൽ ഡിഫറൻഷിയേഷൻ. u of xy x raised to y plus y raised to x. Find ux of e comma y. Ux means dou u by dou x. Partially differentiated with respect to x. നമുക്ക് ux ചെയ്യുമ്പോൾ ഇവിടെ y എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. എക്സ് മാത്രമേ വേരിയബിൾ ഉള്ളൂ. ഇവിടെ എക്സ് റൈസ് ടു വൈ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് റൈസ് ടു 3 ആ ഒരു ഫോമിൽ ഓർത്താൽ മതി. 3x². ഇവിടെ 3യുടെ സ്ഥാനത്ത് എന്താണ് വൈ. വൈ ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. എക്സ് റൈസ് ടു വൈ മൈനസ് 1 ഇവിടെ തിരിച്ചാണ്. 3 റൈസ് ടു എക്സ് ആ ഒരു ഫോമാണ്. നമ്മുടെ വൈ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് 3 റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 3 റൈസ് ടു എക്സ് ഇൻറ്റു log 3. y raised to x into rho y. ux of e1 by 1 into x e raised to 1 minus 1 y raised to x 1 raised to e into log 1 0 e raised to 0 എന്താ 1 into 1 എന്നോട് പറയാം. എക്സ് റൈസ് ടു വൈ പാർഷ്യലാണ്, ടോട്ടൽ അല്ല. പാർഷ്യൽ വരുമ്പോൾ നമ്മൾ ഏതിലാണോ പാർഷ്യലായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ വേരിയബിൾ വൈ ആണെങ്കിൽ നമ്മൾ തൽക്കാലത്തേക്കൊക്കെ കോൺസ്റ്റൻ്റ് വിചാരിച്ചു. എക്സ് റൈസ് ടു 3 ഓർക്കുക 3x². അതേപോലെ ഓർക്കണം വൈ ഇൻറ്റു എക്സ് റൈസ് ടു വൈ മൈനസ് 1 y റൈസ് ടു എക്സ് നമ്മൾ ഓർക്കണം 2 റൈസ് ടു എക്സ് അല്ലെങ്കിൽ 3 റൈസ് ടു എക്സ് ഫോമാണ്. 2 റൈസ് ടു എക്സ് ഇൻറ്റു log 2 ഇവിടെ എന്ത് വരും? y റൈസ് ടു എക്സ് ഇൻറ്റു log 2. നമ്മൾ വാല്യൂ കൊടുക്കാം. log 1ൻ്റെ വാല്യൂ എപ്പോഴും 0 ആണ്. log e 1 ആണ്. f of x is equal to 1 by 1 plus x. Find fn 0. fn 0 എന്ന് പറഞ്ഞു. Find nth derivative of f of x at x is equal to 0. ഇത് 2 times or 3 times എഴുതി നമുക്കറിയാം പറയുന്നു. dash x ഫസ്റ്റ് ഡെറിവേറ്റീവ് വരും. ഡെറിവേറ്റീവ് ഓഫ് 1 by x എന്താ? മൈനസ് 1 by x². ഡെറിവേറ്റീവ് ഓഫ് 1 plus x 1. f ഡബിൾ ഡാഷ് x മൈനസ് 1 ഇൻറ്റു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് 1 ഇൻറ്റു 1 plus x റൈസ് ടു മൈനസ് 2 മൈനസ് 1 അതേപോലെ എഴുതും. എക്സ് റൈസ് ടു n 4 n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1.
ഇവിടെ നോക്കി എഫ് ഡബിൾ ഡാഷ് വന്നപ്പോൾ 2 നെഗറ്റീവ് വന്നു. നമുക്കിതിനെ എങ്ങനെ എഴുതാം? -1 1 ഇൻറ്റു 2 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഫാക്ടോറിയൽ ബൈ 1 + x റേസ് ടു പോസിറ്റീവ് 3. അങ്ങനെയാണ് നമുക്ക് എഫ് എൻ എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 2 നമുക്ക് ഇവിടെ 2 വന്നു. -1 റേസ് ടു n ഫാക്ടോറിയൽ ബൈ 1 + x the whole raised to n plus 1. F n 1 plus 0, 1 raised to any number, 1. That is -1 the whole raised to n into n factorial. നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ് ഡിലീറ്റഡ് ആയിരുന്നു. ഇവിടെ വ്യത്യാസമുള്ള പോയിന്റും പറയാം. നമുക്ക് ഡിറ്റർമിനന്റിനെ ഒരു റോയെ മാത്രമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മെട്രിക്സിനൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ എ ബി സി ഔട്ട്സൈഡ് എഴുതിയിട്ട് അപ്പോൾ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ഈച്ച് റോ ബൈ ഫസ്റ്റ് റോ ബൈ 1/a, സെക്കൻഡ് റോ ബൈ 1/b, തേർഡ് റോ ബൈ 1/c. ഔട്ട്സൈഡ് നമ്മളെടുക്കും എ ബി സി ബൈ എ ബി സി 1 ആവും. 1/a + 1, 1/a 1/b, 1/b, 1/b + 1, 1/b, 1/c, 1/c. നമുക്ക് റോ വൈസ് ആഡ് ചെയ്യാം. R3 + R4 + R1. നമ്മൾ വെറുതെ ആഡ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്കിപ്പോൾ ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് ഒരേ എലിമെൻറ്റ് സെയിം എലിമെൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് പ്രയോജനമുള്ളൂ. കാരണം ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ നമ്മൾ കോളം വൈസ് ആഡ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഫസ്റ്റ് കോളം സെയിം എലിമെൻറ്റ് വരത്തുള്ളൂ. 1 + 1/a + 1/b + 1/c ഇവിടെ ആഡ് ചെയ്യും. 1 + 1/a + 1/b + 1/c. അങ്ങനെയൊക്കെ മുമ്പ് സ്ഥിരം പ്രോതായിട്ട് ചെയ്ത് ക്വസ്റ്റ്യനായിരുന്നു. 1/b, 1/b + 1, 1/b, 1/c, 1/c, 1/c + 1 = 0. ഇതിൻ്റെ ക്വസ്റ്റ്യൻ find the value of 1/a + 1/b 1/a + 1/b + 1/c ഇതാണ് കാണേണ്ടത്. ഇത് നമുക്ക് ഫസ്റ്റ് റോയിലെ എല്ലാ എലിമെൻറ്റ് സെയിം ആയില്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഈ can take 1 + 1/a + 1/b + 1/c ഔട്ട്സൈഡ്. One 1/b, 1/b + 1, 1/b, 1/c, 1/c, 1/c + 1. ഇത് നമുക്ക് ഇത് വാല്യൂറ്റ് ചെയ്യണം. എ ബി സി എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇത് നമ്മൾ ദിസ് ഈസ് ഈക്വൽ ടു 0 ഓർ ദിസ് ഈസ് ഈക്വൽ ടു 0. 1 + 1/a + 1/b + 1/c 0 എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഈ വാല്യൂ കിട്ടുമല്ലോ. 1/a + 1/b + 1/c എന്താ? -1. +1/a + 1/b + 1/c 0. Limit x tends to 5. X raised to k -5 raised to k by x -5 is equal to 500. Find limit x tends to a, x raised to n minus a raised to n
by x minus a n a raised to n minus 1. നമ്മളിവിടെ അപ്ലൈ k n a raised to n minus 1. Here n is equal to k, a is equal to 5. 500 4 into 125. 4 into 5. Okay, 5 same. ഇവിടെ നമ്മൾ k 4 കൊടുത്താൽ 4 minus 1 3. a is equal to നാളെ ഞാൻ പുസ്തകത്തിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഇടുന്നതാണ്. ഈ വയ്ക്കും നിങ്ങളെല്ലാവരും കാണുക, ചെയ്ത് പഠിക്കണം. ഓക്കെ, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. താങ്ക് യു.